ഹോർമുസ് കടലിടുക്കിൽ യുഎയുടെ 2 ഭീമൻ എണ്ണ ടാങ്കറുകൾക്ക് നേരെ ഇറാന്റെ ക്രൂയിസ് മിസൈൽ ആക്രമണം നടത്തിയ സംഭവത്തിൽ അറബ് ലോകത്ത് പ്രതിഷേധം പുകയുന്നു. സംഭവത്തിൽ ടാങ്കറിലെ ജീവനക്കാരനായ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ആകെ 10 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. ഇതിൽ ചിലരുടെ നില അതീവ ഗുരുതരമാണ്. സംഭവത്തെ ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും ശക്തമായ ഭാഷയിൽ അപലപിച്ചു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഒമാൻ ജലാതിർത്തിയിൽ വെച്ച് യുഎയുടെ മൊംബാസ, അൽബാഹിയ എന്നീ എണ്ണ ടാങ്കറുകൾക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഹോർമുസ് കടലിടുക്കിന്റെ തെക്കൻ പാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ക്രൂയിസ് മിസൈലുകൾ പതിക്കുകയായിരുന്നു. ആക്രമണത്തെ തുടർന്ന് 2 ടാങ്കറുകൾക്കും വൻ തീപിടുത്തം സംഭവിച്ചു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തൊടുവിലാണ് അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കിയത്. സംഭവത്തിൽ ടാങ്കറിലെ ജീവനക്കാരനായ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടതായും നിരവധി ഇന്ത്യക്കാർക്ക് പരുക്കേറ്റതായും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആകെ 30ഓളം ഇന്ത്യൻ നാവികർ 2 കപ്പലുകളായി ഉണ്ടായിരുന്നു. അതേസമയം രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇറാൻ നടത്തിയതെന്ന് യുഎയുടെ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. മേഖലയുടെ സുരക്ഷയെയും സ്ഥിരതയും അസ്ഥിരപ്പെടുത്തുന്ന ഇത്തരം പ്രകോപനങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാൻ യുഎക്ക് പൂർണ്ണ അവകാശമുണ്ടെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. അപകടത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരന്റെ കുടുംബത്തോടും ഇന്ത്യൻ സർക്കാരിനോടും യുഎഇ അനുശോചനം രേഖപ്പെടുത്തി. ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jai Hind TV. Stay tuned for the 1,000 countdown.